എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിലെ ദശകം 1 വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ദശകം 1ൻ്റെ അർത്ഥം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ദശകത്തിൽ നാരായണീയത്തിൻ്റെ കർത്താവായ ശ്രീമാൻ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മാഹാത്മ്യത്തെയും സ്വരൂപത്തെയും കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. കാലത്തിനും ദേശത്തിനും അതീതമായതും ബന്ധങ്ങളിൽ നിന്ന് മുക്തമായതും നിരവധി പ്രാർത്ഥനകളിലൂടെ വ്യക്തമാക്കിയിട്ടും ഇപ്പോഴും അവ്യക്തമായതും ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നതും കാണുന്ന മാത്രയിൽ തന്നെ പരമപുരുഷാർത്ഥങ്ങളെ പ്രാപ്തമാക്കുന്നതുമായ ബ്രഹ്മതത്വമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത് എന്നാണ് ആദ്യ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കിട്ടാൻ പ്രയാസമുള്ള കാര്യം എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ ആളുകൾ മറ്റെന്തെങ്കിലും കാര്യത്തെ ആശ്രയിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും അതുപോലെ മനസ്ഥിരതയുള്ള നമ്മൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാകാൻ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ രൂപം അത്യന്തം പരിശുദ്ധവും സത്വഗുണങ്ങളാൽ അധിഷ്ഠിതമാണെന്നും അതിനാൽ ഭക്തർക്ക് അങ്ങയെ കേൾക്കാനും ധ്യാനിക്കാനും സുഖകരമാണെന്നും അപ്രകാരം ഭക്തർക്ക് എളുപ്പത്തിൽ ആകർഷിക്കപ്പെടാനും ആസ്വദിക്കാനും പറ്റുന്ന തരത്തിലുള്ള രൂപമാണെന്നും പറയപ്പെടുന്നു. ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ള നിരവധി അവതാരങ്ങളിൽ പൂർണ്ണമായ രൂപം ഇതുമാത്രമാണെന്നും പറയുന്നു. ഒരിക്കൽ ഞാൻ ചിന്തിച്ചു, എല്ലാ ജീവജാലങ്ങൾക്കും വലിയ അളവിൽ ദുഃഖവും വേദനയും നൽകുന്ന അങ്ങയുടെ സൃഷ്ടി ക്രൂരമായിരുന്നുവെന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഈ ഒരു ജന്മമില്ലായിരുന്നെങ്കിൽ സന്തോഷവും അറിവും നിറഞ്ഞ അങ്ങയുടെ രൂപത്തിൻ്റെ സൗന്ദര്യവും അതിൽ നിന്നുണ്ടാകുന്ന ദിവ്യ ആനന്ദവും എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? അങ്ങയെ വന്ദിക്കുന്ന എല്ലാവരുടെ മുമ്പിലും അങ്ങ് പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല, അവർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അങ്ങ് അവർക്ക് നൽകുന്നു. മറ്റ് ദേവന്മാർ കാരുണ്യം മൂലം പലർക്കും പല അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങാകട്ടെ അങ്ങയെ തന്നെയാണ് നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വസിക്കുന്ന ഭഗവാനെ അങ്ങയുടെ മഹത്വം കൊണ്ടാണ് പരമശിവനും മറ്റ് ദേവഗണങ്ങളും അങ്ങയെ അനുസരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ തേജസ്സിനെ നശിപ്പിക്കുന്നവരുടെ തേജസ്സിനെ നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ തേജസ്. നിർമ്മലമായ അങ്ങയുടെ യശസ് മുനീന്ദ്രന്മാരാൽ പ്രകീർത്തിക്കപ്പെടുന്നു. ഐശ്വര്യലക്ഷ്മി സദാ അങ്ങയുടെ ശരീരത്തെ അലങ്കരിക്കുന്നു. അല്ലയോ ഭഗവാനെ, ഒരു വസ്തുവിലും ആസക്തിയില്ലാത്ത അങ്ങ് സർവജ്ഞനാണ്. ഇതാണ് ദശകം 1ൻ്റെ ഉള്ളടക്കം. ദശകം 1 ചൊല്ലുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ വിവരണം കേട്ട് കഴിഞ്ഞിട്ട് അത് ചൊല്ലിപ്പഠിക്കുന്നതായിരിക്കും നല്ലത്. ദശകം 1 കാണാതെ ചൊല്ലാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും നേരം വളരെ ക്ഷമയോടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.